അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അപ്പൊ ചില നിർണായക വെളിപ്പെടുത്തലുകളുമായി നമ്മുടെ കിച്ചു സുധി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് നന്നായി. കിച്ചുവിന് രേണുവിനെ പേടിയാണെന്നുള്ള ആരോപണമാണല്ലോ ഇപ്പൊ നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. ചതിച്ചോ ദൈവമേ, ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതിനുള്ള മറുപടിയും കിച്ചു നൽകുന്നുണ്ട്. നമ്മെന്തായാലും കണ്ടോക്കാം. ഞാൻ കണ്ട വീട്ടിലേക്ക് എല്ലാരും പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ് ഓരോന്ന് പറയാനായി. അത് ശരി, ഇത് രാവിലെ കൂടെ ഓരോ കാര്യങ്ങൾ പറയാൻ പേടിച്ചിരിക്കുകയാണ്. പേടിപ്പിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആരെ പേടിക്കാൻ? ഇപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുത്ത നന്നായി. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കേസ് രേണു സുധി പുറത്തു വിടുമെന്നുള്ള കാരണം കൊണ്ട് കിച്ചു രേണുവിനെ പേടിച്ചിരിക്കുകയാണെന്നുള്ള ആരോപണം അപ്പാടെ കിച്ചു ഇപ്പൊ തള്ളിക്കളയുകയാണ്. എന്തുകൊണ്ടാ ഇവിടെ നിൽക്കുന്ന മോനെ? ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്റെ കാര്യം പോക്കാ. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് അവിടെ ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും. അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടെ കിച്ചു പറയാതെ പറഞ്ഞു വെക്കുന്നത് രേണുവിനൊപ്പം താമസിക്കാൻ താൻ ഓക്കെ അല്ല എന്നുള്ളതാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടിയും കിട്ടലില്ല. ഇനി ഇത് കൂടാതെ രേണു തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ? എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. സംഗതി പുലിവാലായല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 3 വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ വരും. അച്ഛൻ അന്ന് ഭയങ്കര ഷൂട്ടപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. മൊത്തം എന്നെ നോക്കിയത് വരെയാണ്. നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് രേണു പല ഇന്റർവ്യൂകളും വന്നിരുന്നിട്ട് എനിക്ക് കിച്ചു മോനെ പോലെയാണ്, അല്ലല്ല എന്റെ മോനാണ് എന്നൊക്കെ തട്ടിവിടുന്നത്. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.